السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 343. സ്ത്രീകൾ അന്യപുരുഷന്മാരോട് ആവശ്യമായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള സംസാരമാകരുത്. അഥവാ അന്യപുരുഷനെ ആകർഷിക്കുമാറുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കണം. എന്നു മാത്രമല്ല, അവളുടെ സ്വതസിദ്ധമായ ഭാഷയെ ബോധപൂർവം ഉപേക്ഷിക്കണം. അത് അവൾക്ക് സുന്നത്താണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ തൻ്റെ ശബ്ദം ഒന്ന് പരുഷമാക്കൽ സുന്നത്തുണ്ട്. അതിന് ആവശ്യമായ രീതികളൊക്കെ അവൾ സ്വീകരിക്കൽ സുന്നത്താണ്. മുൻകൈയിൻ്റെ പുറം ഭാഗം വായയുടെ മുൻഭാഗത്ത് വെച്ചുകൊണ്ട് അങ്ങനെ സംസാരം പരുഷമാക്കാൻ കഴിയും. അതൊരു രീതിയാണ്. അത്തരത്തിലുള്ള രീതികളൊക്കെ സ്വീകരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്തായിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യം തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഷർവാനിയിൽ അബ്ദുൽ ഹമീദ് ഷർവാനി മുഗ്നിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. വനുദിബ തസ്ബീഹുഹു ഇദാ ഖുരിഅ ബാബുഹാ ഫലാ തുജീബു ബിസൗത്തിൻ റഖീമിൻ ബൽ യഗ്ലിദു സൗതഹാ ബിളഹരി കഫിഹാ അലൽ ഫമി. വീട്ടിൻ്റെ ഉമ്മറത്ത് വന്ന് ഒരാൾ വിളിച്ചു, കോളിംഗ് ബെല്ലടിച്ചു, അതല്ലെങ്കിൽ വാതിലിനു മുട്ടി. തത്സമയം ഉള്ളിലുള്ള സ്ത്രീ അവർക്ക് ഇജാബത്ത് ചെയ്യുമ്പോൾ, അവരോട് പ്രതികരിക്കുമ്പോൾ, അവൾ അവളുടെ നിർമ്മലമായ ഭാഷയിൽ, അവളുടെ മൃദുലമായ ഭാഷയിൽ പ്രതികരിക്കരുത്. ബൽ തഗ്ലിദു സൗതഹ, അവളുടെ ശബ്ദത്തെ ഒന്ന് പരുഷമാക്കണം. അത് ബി ലഹരി കഫിഹ അനിൽ ഫമി, അവളുടെ മുൻകൈയിൻ്റെ പുറം ഭാഗം വായയിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ. ഈയൊരു ജാഗ്രത സ്ത്രീകൾ പാലിക്കുന്ന പക്ഷം സംസാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആകർഷണങ്ങൾ, അതുവഴി ഉണ്ടായിത്തീരുന്ന നാശങ്ങളിൽ നിന്നൊക്കെ സുരക്ഷ നേടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അദബുകളും സുന്നത്തുകളും നിയമങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.